പവി കെയർടേക്കർ എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ദിലീപ് ബിഗ് ബോസ് ഹൗസിൽ വരുമെന്ന കാര്യം ബിഗ് ബോസ് ടാസ്ക് ലെറ്റർ മൂലം വീട്ടുകാരെ അറിയിച്ചു. ഈ ടാസ്കുമായി ബന്ധപ്പെട്ട് രാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിൽ ഇരുത്തുകയും ദിലീപിനോട് ചോദിക്കാൻ ആവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കണമെന്നും പറഞ്ഞിരുന്നു. ഇതുകൊണ്ട് രാവിലത്തെ ചായ ഉണ്ടാക്കാൻ വൈകിയിരുന്നു കിച്ചൺ ടീം. അതിന്റെ പേരിൽ ശരണ്യയും ശ്രീതുവും ജിൻഡോവും ശ്രീതുവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ഫൈറ്റ് നടന്നു. ദിലീപ് വീട്ടിനുള്ളിൽ വന്നിട്ട് പവി കെയർടേക്കർ എന്ന സിനിമയെക്കുറിച്ചും അതിന്റെ വിശേഷങ്ങളെക്കുറിച്ചും സംസാരിച്ചു. വീട്ടിലുള്ളവർ അവർ മുന്നേ തയ്യാറാക്കിയ ക്വസ്റ്റ്യൻസും ദിലീപിനോട് ചോദിച്ചു. നല്ലൊരു സെഗ്മെന്റ് ആയിരുന്നു. ചില ഹിന്റുകളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ദിലീപ്. പ്രണയം ഉള്ളിൽ കൊണ്ടു നടക്കാതെ അത് തുറന്നു പറയണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് സായിയാണെന്ന് തോന്നുന്നു. കാരണം ദിലീപിനെ ഒരുപാട് വിമർശിച്ച ആളാണ് സായി കൃഷ്ണ. അങ്ങനെ വിമർശിച്ച ഒരാളുടെ മുന്നിൽ പൂച്ചയെ പോലെ പതുങ്ങി നിൽക്കുന്ന സായിയാണ് നമ്മൾ കണ്ടത്. അടുത്ത ജയിൽ നോമിനേഷൻ ആയിരുന്നു. പവർ ടീം ഡയറക്ട് നോമിനേറ്റ് ചെയ്തത് ജിൻഡോനായിരുന്നു. വീട്ടുകാർ തെരഞ്ഞെടുത്തത് ജാസ്മിനെയായിരുന്നു. കിച്ചൺ ഡ്യൂട്ടിയിൽ ഇൻവോൾവ് ആയില്ല എന്നതായിരുന്നു കാരണം. അത് സത്യം തന്നെയാണ്. അൻസിബി ആയിരുന്നു കൂടുതൽ സമയം കിച്ചണിൽ ഉണ്ടായിരുന്നത്. കുറച്ചൊക്കെ സഹായിച്ചെങ്കിലും കൂടുതൽ സമയവും ജാസ്മിൻ ഗബ്രിയുടെ പിറകെയായിരുന്നു. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തത് ജാസ്മിൻ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് നോമിനേറ്റ് ചെയ്ത അൻസിബിയോടും നോറയോടും തട്ടിക്കയറുന്നുണ്ടാകും ജാസ്മിൻ. പണിയെടുക്കാതിരുന്നാൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യും ജാസ്മിൻ. അതിന് ഇത്ര ഇമോഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ജയിലിലേക്ക് കയറിയ ജാസ്മിനും ജിൻഡോയും തമ്മിൽ കിടക്കുന്ന സ്ഥലത്തെ പറ്റി പറഞ്ഞ് അടിയായി. ഞാൻ എവിടെയാണ് കിടക്കുന്നത് ജാസ്മിനും, ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്നും പറഞ്ഞു ജിൻഡോയും. കട്ടക്കായിരുന്നു. കിടന്നിരുന്ന ജിൻഡോയെ ജാസ്മിൻ തല്ലുനോക്കി ഉണ്ടായിരുന്നു. അവസാനം വീട്ടിലുള്ളവർക്ക് വന്ന് ആ പ്രശ്നം സോൾവ് ആക്കി വിട്ടു. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡിന്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.